സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ കള്ളവും കാപട്യവും പടച്ചു വിടല് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പൊ അയോധ്യയില് ഇനി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായില്ല എന്ന് ഇന്നിപ്പോ വീഡിയോ കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത്. എല്ലാ ചാനലുകളും സംഘി ചാനലുകളും ക്രിസംഗി ചാനലുകളും അയോധ്യയിലെ പണി പൂർത്തിയാവുന്നേ ഉള്ളൂ, അയോധ്യ എന്തോ ഒരു സംഭവമാണ്, അവിടെ 82 ഏക്കറിൽ എന്തൊക്കെയോ ചെയ്യാണ്, പിന്നെ എന്താണ് ത്രികോണാകൃതിയിലുള്ള കാവിക്കൊടി നരേന്ദ്രമോദി ഉയർത്തും എന്ന് പറഞ്ഞ് അങ്ങനെ അയോധ്യയിലെ ക്ഷേത്രം അങ്ങനെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇല്ലാത്ത ബഹളം എല്ലാ ചാനലുകളിലും. അപ്പൊ അയോധ്യയിൽ എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്? ഒരു പള്ളിയായിരുന്നു. അത് ആര് നിർമ്മിച്ച പള്ളിയാണ്? ബാബർ, മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ നിർമ്മിച്ച പള്ളി. അപ്പൊ ബാബരി മസ്ജിദ് എന്ന പേരില് നൂറ്റാണ്ടുകളോളം അറിയപ്പെട്ടിരുന്ന ആ പള്ളിയെ പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ശ്രീരാമൻ ആ പള്ളിയുടെ അടിയിലാണ് ജനിച്ചു. ശ്രീരാമൻ ജനിച്ചത് ആ പള്ളിയിലാണ്. വേറെ എവിടെയും ശ്രീരാമന് ജനിക്കാൻ പിന്നെ സ്ഥലം കിട്ടിയില്ല. ആ പള്ളിയിലാണ്. അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഖനനം ചെയ്ത് അവിടെ ഉണ്ടാക്കി എടുത്തപ്പോഴത്തേക്ക് അവിടെ എല്ലാം ക്ഷേത്രത്തിന്റെ പിന്നെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തിൽ ഏതെങ്കിലും വിഡ്ഢികൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റും? അപ്പൊ എന്ത് ശുദ്ധ കള്ളത്തരവും വെറുതെ എങ്കിലും പറഞ്ഞുണ്ടാക്കുകയാണ് കേരളത്തിലെ ചാനലുകൾ, സംഘി ചാനലുകളും ക്രിസംഗി ചാനലുകളും. അതായത് മുസ്ലിങ്ങളെ ഏതെല്ലാം തരത്തിൽ ആക്ഷേപിക്കാമോ, ഏതെല്ലാം തരത്തിൽ രാജ്യദ്രോഹികളും ദേശദ്രോഹികളും ആക്കാൻ നോക്കും, അതാണ് ഈ ചാനലുകളുടെ ചുമതല. അപ്പൊ അവർക്ക് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പൈസകൾ കിട്ടും. ഇവിടെ അദാനിയും പിന്നെ അംബാനിയൊക്കെ കോടികൾ ഉണ്ടാക്കുന്നതിനാണ്. കോൺട്രാക്ട് വാങ്ങിച്ചു കൊടുക്കുന്ന മോഡി, ജോലി കൊടുക്കുന്ന മോഡി. അപ്പൊ ലക്ഷങ്ങളും കോടികളും ഈ ചാനലുകൾക്കെല്ലാം ആവശ്യം പോലെ വിതരണം ചെയ്യാൻ അവരേലുണ്ട്. അപ്പോൾ ഇന്ത്യ ലൈവാണ് ഇപ്പൊ ഇത് പറയുന്നത്. ബാബർ എന്ന് പറയുന്നത് പിന്നെ വിദേശിയായിരുന്നു, അവിടെ പിന്നെ വന്ന് കീഴടക്കിയതാണ്. കീഴടക്കി അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു, പൊളിച്ചതാണ്. ഇന്ന് വരെ ലോകത്തിലെ ഒരു പിന്നെ സത്യസന്ധമായ ഒരു ചരിത്രവും അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടാകാനായിട്ട് പറയുന്നില്ല. അവിടെ KK നായർ എന്ന് പറയുന്ന ഒരു മലയാളി തെണ്ടി ഉണ്ടായിരുന്നു അവിടെ ജില്ലാ കളക്ടറായിട്ട്. അപ്പൊ അയാളുടെ പിന്നെ അവിടെ കളക്ടറായിട്ടിരുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ബാബരി മസ്ജിദുമായിട്ടുള്ള ബന്ധപ്പെട്ട്. അതിപ്പോ അറിയാലോ, KK നായർ എന്ന് കേട്ടാൽ തന്നെ അറിയാലോ, ആ 1ാം ക്ലാസ് RSS കാരനായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ്, അവിടെ ഒരു വിഗ്രഹം കൊണ്ട് വെച്ചിട്ടാണ് പറഞ്ഞത് ഈ ബാബരി പള്ളിയിൽ പണ്ടേ വിഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത്ര ബുദ്ധിമാന്മാരാണ് അവര്. ഒരു വിഗ്രഹം കൊണ്ടുവന്ന് വയ്ക്കുക, ഇത് ക്ഷേത്രമായിരുന്നു എന്ന് പറയുക. അപ്പോ എന്തോ പറഞ്ഞിട്ട് പോട്ട്, ഒന്നും കാര്യമല്ല. നിങ്ങളിപ്പോ ഒരു പള്ളി പൊളിച്ചു കളഞ്ഞ് അവിടെ ഒരു ക്ഷേത്രം വെച്ച് നിങ്ങൾ അവിടെ ആരാധിക്കും. പക്ഷെ ആ ദൈവം എന്ന് പറയുന്ന പിന്നെ ശ്രീരാമൻ ജനിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ജനിക്കുന്ന ഒരാൾ ദൈവമാകുന്നത് എങ്ങനെയാണ്? ദൈവം ജനിക്കും. അപ്പൊ ആ ദൈവം ശരി, നിങ്ങൾ വിശ്വസിച്ചോളി, ഞങ്ങൾ വിശ്വസിക്കില്ല. എന്തായാലും ശരി, ദൈവം ജനിക്കില്ല, ദൈവം ജനിക്കില്ല, ദൈവം ആരെയും ജനിപ്പിക്കുകയില്ല. അപ്പോ സംഘികൾക്കും ക്രിസംഘികൾക്കും അത് പറഞ്ഞാൽ ദഹിക്കില്ല. അപ്പൊ ദൈവം ജനിക്കുമ്പോഴത്തേക്ക് ദൈവത്തിന് അമ്മ ഉണ്ടാവും, ദൈവത്തിന് അച്ഛനുണ്ടാവും, ദൈവത്തിന് അളിയനുണ്ടാവും, ദൈവത്തിന് മച്ചമ്മിമാരും അതും ഇതും ഇപ്പോൾ ഇളയപ്പന്മാരും ഇളയച്ചന്മാരും കൊച്ചമ്മമാരും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ദൈവമാണ്. അപ്പൊ ഇവിടെ ഏതെല്ലാം രീതിയിൽ വാസ്ത ഉണ്ടാവും, അവരെല്ലാം ഏതെല്ലാം രീതിയിൽ സ്വാധീനം ചെലുത്താൻ നോക്കും. അപ്പൊ ദൈവത്തിനെ കൊണ്ട് എന്തെല്ലാം കാര്യം നമുക്ക് നേടാൻ നോക്കും. ശരി, അതങ്ങനെ തന്നെ നടക്കട്ടെ. അതിന്റെ ഇടയിലാണ് പിന്നെ ഷാജൻസ്കറിയാടെ ഇതിപ്പോ പറയുന്നത് വളയാർ സുനിൽ എന്തായാലും ശരി, അവന് വേറെ ഒരു ജോലിയില്ല. അവൻ ഒന്നാം പക്ക പിന്നെ RSS കാരനാണ്. പിന്നെ അവന് വേറെ ഒരു ജോലിയില്ല. അതായത് മുസ്ലിങ്ങളെ ഏതെല്ലാം രീതിയിൽ പിന്നെ ആക്ഷേപിക്കാൻ നോക്കും, മുസ്ലിങ്ങളെ ഏതെല്ലാം രീതിയിൽ പറയാൻ നോക്കും, അതെല്ലാ രീതിയിലും പിന്നെ പറയാണ്. അവർ രാജ്യദ്രോഹികളാണ്, അവർ ദേശദ്രോഹികളാണ്, അവർ ഭീകരന്മാരാണ്, അവർ മറ്റതാണ് പറഞ്ഞത്. അവൻ RSS കാരനാണ്. ഈ സുനിൽ വാളയാർ എന്ന് പറയുന്നവൻ RSS കാരനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര ശക്തിയാണ്, ഭീകര സംഘടനയാണ് ഈ RSS എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകര പ്രവൃത്തി ചെയ്തതാണ് RSS കാരനാണ് ചെയ്തത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നു. അതിന് ഇപ്പൊ അവര് പറയുന്ന ന്യായം എന്ന് പറയാൻ, മഹാത്മാഗാന്ധി ഒരു ചെറിയ വെടിവെച്ചു, അപ്പോ അത് ഭീകര പ്രവൃത്തിയല്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരൻ നാഥുറാം വിനായക് ഗോഡ്സെ. അതുവരെ പാഠപദ്ധതിയിൽ ഞങ്ങളെല്ലാം കൊട്ടിയിലെ പഠിച്ചിട്ടുള്ളതാണത്. അതെല്ലാം പാഠപദ്ധതിയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. അതായത് RSSകാർ വിചാരിച്ചാൽ, അല്ലെങ്കിൽ മോഡി വിചാരിച്ചാൽ ഇവിടുത്തെ ചരിത്രം തന്നെ തിരുത്തി എഴുതാൻ, എന്നിട്ട് ജനാധിപത്യത്തെ പറ്റി ഘോരഘോരം സംസാരിക്കുകയാണ്. ഇന്നിപ്പോ വേറൊരു വീഡിയോ കാണാനുണ്ടായി, പിന്നെ ഷായസ്കറിയയുടെ വീഡിയോ. ഷായസ്കറിയ കരയാണ്. അതായത് പിന്നെ CPMകാർ
പിന്നെ കണ്ണൂർ ഗ്രാമങ്ങളുണ്ട്, അവർക്ക് പാർട്ടി ഗ്രാമങ്ങളുണ്ട്, അവിടെ വേറെ ആരെയും സ്ഥാനാർത്ഥികളായി നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ഇവർ തന്നെയാണ് പറഞ്ഞത് ബി ജെ പി ആണ് ഇന്ത്യ ഭരിക്കുന്നത്, ബി ജെ പിക്ക് എന്തിനുള്ള ശക്തിയുണ്ട്. അവിടെ പാർട്ടി ഗ്രാമങ്ങളൊന്നും ഇപ്പൊ ഇല്ല, ഞങ്ങൾ അവിടെ പിന്നെ വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ബി ജെ പിക്കാരും ആർ എസ് എസ്സുകാരും ഇവിടെ എതിരിടാൻ ഞങ്ങളുണ്ട്. പിന്നെ കുറെ ആർ എസ് എസ്സുകാർ അങ്ങോട്ട് പിന്നെ കണ്ണൂർ ഇറക്കിയാ പോരെ? എന്തുകൊണ്ട് പിന്നെ ഇലക്ഷൻ സമയത്ത് പിന്നെ നോമിനേഷൻ കൊടുക്കാൻ ഒക്കുന്നില്ല? അത് അവര് നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കില്ല, മറ്റതാണ് മറിച്ചാണ്. നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ കുറെ പാർട്ടിക്കാരല്ലേ ഉള്ളൂ. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ പോയി അന്വേഷിക്കും എന്താണ് സംഭവം. അവിടെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. ആര്? ആർ എസ് എസ്കാരും ബി ജെ പിക്കാരും അല്ല, അവിടെ പോലീസും സി ആർ പിയും സമ്മതിക്കില്ല വോട്ട് ചെയ്യുക. മുസ്ലിങ്ങളാ, അവരെ അടിച്ചോടിക്കും. ഇവിടെ ആരും വോട്ട് ചെയ്യണ്ട, ഇവിടെ മറ്റൊരു ഹിന്ദുക്കൾ മാത്രം വോട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നത് അത് അവന് പിന്നെ അവന്റെ ചാനലിൽ ഇത് പറയാനൊക്കില്ല. അവൻ പറയേയില്ല. കാരണം അവനെന്ന് പറയുന്നത് ഷാജസ്കറി ആയിരുന്നാലും വാളയാർ സുനിലായിരുന്നാലും ജനജീവി ആയിരുന്നാലും പിന്നെ ഷേഖന ന്യൂസ് ആയിരുന്നാലും അങ്ങനെ കുറെ സംഘി ചാനലുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെന്ന് പറയുന്ന മോഡി സ്തുതി ഇന്ത്യയിൽ ഇപ്പൊ ആര് പട്ടിണി കിടന്ന് മരിച്ചാലും അവർക്ക് പ്രശ്നമില്ല. 3 RSSകാർ കേരളത്തില് ആത്മഹത്യ ചെയ്ത് അത് ആത്മഹത്യ ഒന്നുമല്ല, അവർ രോഗം വന്ന് മരിച്ചാണെന്ന് വേണമെങ്കിൽ പറയും. അപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലറാണ് ആത്മഹത്യ ചെയ്തത്. എന്റെ ജഡം പോലും RSSകാരെ കാണിക്കരുത്, എന്നെ തൊടിയിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെ വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഉടമകളാണ് ഈ RSSകാരും ക്രിസംഖികളും. അപ്പൊ അവരിങ്ങനെ ഇല്ലാത്ത പിന്നെ ഓരോ വാർത്തകൾ അങ്ങനെ പടച്ചുവിടുകയാണ്. അപ്പോ മാർക്സിസ്റ്റ് പാർട്ടി പിന്നെ പണ്ട് പാലക്കാടും ഇങ്ങനെയായിരുന്നു, ഇപ്പോഴാണ് പിന്നെ കണ്ണൂര് മാത്രമേ ഉള്ളൂ. കണ്ണൂർ കഴിഞ്ഞതിന് ഏതെല്ലാമോ പഞ്ചായത്തുകളിൽ ആരും പിന്നെ എതിരില്ലാതെ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരെ നിൽക്കാൻ ആളില്ലായിരുന്നു. ആരെങ്കിലും വന്ന നോമിനേഷൻ കൊടുക്കാമെന്ന് അവരെ വിരട്ടി വിടുമായിരുന്നു, അവരെ ഭീഷണിപ്പെടുത്തി വിടുമായിരുന്നു. ശരി, ഭീഷണിപ്പെടുത്തി വിട്ടിട്ട് നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ എന്തെല്ലാം ചെയ്യുന്നു അതുപോലെ അവരും ചെയ്യട്ടെ. ഇപ്പൊ പാലക്കാട് അങ്ങനെയല്ല, പാലക്കാട് ഒരുപാട് മാറ്റം വന്നു. ഒരു മാറ്റം ഏത് രീതിയിൽ മാറ്റം വന്നാലും ശരി, ജനാധിപത്യത്തിന്റെ സംരക്ഷകരല്ല CPM ആയിരുന്നാലും ശരി, ഇവിടുത്തെ സംഘപരിവാർ ശക്തികളായിരുന്നാലും ശരി. സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്നത് CPM ഇവിടെ ഭീഷണിപ്പെടുത്തുന്നതേ ഉള്ളൂ. സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അവന്റെ വീട് വരെ പൊളിച്ചു കളയും, വേണമെങ്കിൽ അവനെ കൊന്നു കുഴിച്ചു മൂടും, അവനെ കാണാനില്ല എന്ന് പറയും. അല്ലെങ്കിൽ അവൻ പിന്നെ ഭീകരനായിരുന്നു, അവനെ വെടിവെച്ചൊന്നു പറഞ്ഞു, വെടിവെച്ചും കൊല്ലും. പോലീസൊന്നും വെടിവെച്ചു കൊല്ലും. ഇവിടെ ഇപ്പൊ പോലീസൊന്നും വെടിവെച്ചൊന്നുമില്ലല്ലോ. എന്തായാലും കണ്ണൂരും പാലക്കാടും CPMന്റെ ഭരണം നടക്കുന്ന കേരളത്തില് ഉള്ള സ്ഥലങ്ങളാണ്. അവിടെ പോലീസ് വന്ന് എന്തായാലും പിന്നെ RSSകാരെയും BJPക്കാരെയും വെടിവെച്ചു ഒന്നുമില്ലല്ലോ. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലോട്ട് പോയി നോക്ക്, UP-യിലായിരുന്നാലും ശരി, മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലും ഹരിയാനയിലും ബാക്കി ഏത് സ്ഥലങ്ങളിലും ആസാമിലായിരുന്നാലും അവരെന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്. BJP RSSകാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ, ബാക്കിയുള്ളവർ അടിച്ചോടിച്ച് അവർ ഓടിയില്ലെങ്കിൽ വെടിവെച്ചുമല്ലോ. അപ്പൊ അത്ര ജനാധിപത്യ പിന്നെ സംവിധാനമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഒന്നുമല്ലെങ്കിൽ അവർ പോളിംഗിലെങ്കിലും പിന്നെ അട്ടിമറിക്കും. EVM മറ്റത് മറിച്ചത് തട്ടിപ്പ്, വോട്ട് തട്ടിപ്പ് ഇല്ലാത്ത, അതായത് എത്ര ബീഹാറിലെ ഇലക്ഷനിൽ 100% കൂടുതൽ പോളിംഗ് നടന്നു. എന്താണ് വിരോധാഭാസം? കണക്കുകളാണ് പറയുന്നത്, ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. അപ്പൊ അവർ എന്ത് ചെറ്റത്തരവും കാണിക്കും. ഇവിടെ ജനാധിപത്യം ഒന്നുമില്ല. ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യം ഇല്ല, മതേതരത്വം ഇല്ല. ഇവിടെ പിന്നെ മോഡി പറയുന്നു, ഭരിക്കുന്നു. അതിനെ ഇങ്ങനെ താങ്ങി കുറെ ആൾക്കാർ, കുറെ ക്രിസംഖികളും കുറെ പിന്നെ സംഘപരിവാറും. ഇതിന്റെ ഇടയിൽ ഇന്ന് ഷാജൻസ്കറിയ മറുനാടൻ മലയാളിയിൽ 2 വീഡിയോ ഇട്ടു. നൈജീരിയയിലെ ക്രിസ്ത്യാനികളാ പിന്നെ ബോക്കോ ഹറാം എന്ന് പറയുന്ന മുസ്ലിം ഭീകര സംഘടന തട്ടിക്കൊണ്ടുപോയി. എത്രയോ 100-300 പേരെ തട്ടിക്കൊണ്ടുപോയി. അവരെ കൊണ്ടുപോയി പിന്നെ ബലാത്സംഗം ചെയ്യും. ചിലരെ ബലാത്സംഗം ചെയ്യല്ല, വിവാഹം കഴിച്ച് കുട്ടികളെ ഉണ്ടാക്കി പിന്നെ കളയും, അവരെ കൊന്നുകളയും. അപ്പോ ട്രംപ് മച്ചമ്പിയുടെ അടുത്ത് പറഞ്ഞാൽ പോലെ അച്ചായൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അമേരിക്ക ലോക പോലീസ് അല്ലേ, എല്ലാ സ്ഥലത്തും ഇപ്പൊ സിറിയയിൽ ബോംബ് ചെയ്യുന്നു, ലെബനാനിൽ ബോംബ് ചെയ്യുന്നു, ഇറാഖിൽ ബോംബ് ചെയ്യുന്നു, പിന്നെ ഫലസ്തീനില് യഹൂദന്മാരെ ബോംബ് ചെയ്യുന്നു, വിയറ്റ്നാമിൽ പണ്ട് പോയി പിടിച്ചെടുത്തിട്ടുണ്ട്, ബോംബ് ചെയ്തിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ ചെയ്യും, എല്ലാ സ്ഥലത്തും ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഈ ഷാജസ്കറിയെ ഇപ്പൊ ഇസ്രയേലിൽ പോയി കുറച്ച് ഇസ്രയേലികളെ യഹൂദന്മാരെ ഫലസ്തീനികൾ ഹമാസ് കൊന്നു എന്നും പറഞ്ഞിട്ട് എന്തുകൊണ്ട് പിന്നെ ഷാജസ്കറിയ ഈ നൈജീരിയയിലൊന്നും പോകുന്നില്ല? ഷാജസ്കറിയ പോകുമ്പോ ആരിഫിനെയും പിന്നെ ഒരു പിന്നെ എന്താണ് അവളെ പേരെന്താണ്
രണ്ട് പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട്, പിന്നെ തെണ്ടി നടക്കുന്ന ഒരു ജാമ്യത ഉണ്ട്, പിന്നെ വേറൊരു പകുതി ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്ന ഒരു പെണ്ണുണ്ട്. ഇവരെയൊക്കെ കൂട്ടി പിന്നെ മലയാളി വാർത്ത ഇൻസൈഡുകാരനെയും ഒക്കെ വിളിച്ച് ഒരു മുസ്തഫ മൗലവി ഉണ്ട്, അവനെയും കൂടെ വിളിച്ച് നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് നൈജീരിയയിലോട്ട് പോകണം, മുസ്ലിങ്ങൾ കാണിക്കുന്ന വൃത്തികേടുകള് പിന്നെ വേറെന്താണ് കുറെ ആൾക്കാരുണ്ടല്ലോ, അബ്ദുള്ള കുട്ടിയെ കൂടെ വിളിച്ചോളണം. അവിടെ പോയിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി മോഡിക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കണം. മോഡിക്ക് എന്തുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് സൈന്യത്തെ അയച്ചുകൂടാ? മോഡിയാണല്ലോ ലോകത്തിന്റെ അവസാന വാക്കെന്ന് പറയുന്നത് മോഡിയാണ്. അപ്പൊ മോഡിക്ക് വേണമെങ്കിൽ ഈ പ്രശ്നത്തിൽ ഇടപെടാം. നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നു, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു. ലോകത്ത് എവിടെയെങ്കിലും ഒരു മുസ്ലിം സംഘടന, അത് ഭീകരമാവട്ടെ അല്ലാത്തതാവട്ടെ, ആരെങ്കിലും ബലാത്സംഗം ചെയ്തെന്ന് തെളിയിച്ച ഷാഹിസ്കറെ നീ പറയുന്ന പോലെ നടക്കാം. ബലാത്സംഗം ഒന്നും നടക്കൂല. പിന്നെ അവിടെയുള്ള അച്ഛന്മാർ ഈ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് പോയാന്ന് അങ്ങനെ അറിയാം. എന്തായാലും നൈജീരിയയിൽ ഇസ്ലാമിക ഭരണമല്ലല്ലോ. 40% 45% ക്രിസ്ത്യാനികളും 55% മുസ്ലിങ്ങളും. അങ്ങനെയാണ് അവിടുത്തെ കണക്ക്. അവിടെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഇലക്ഷൻ നടക്കുന്നുണ്ട്, അവിടുത്തെ ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നത്. അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ, ആ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടൂടെ? UN പ്രമേയം കൊണ്ടുവന്നൂടെ? അവർക്ക് എതിരെ എന്തെങ്കിലും നടപടികൾ എടുത്തൂടെ? പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളല്ലേ, അമേരിക്ക ക്രിസ്ത്യൻ രാജ്യമല്ലേ, ഇവിടെ കേരളത്തിലുള്ള സീറോ മലബാറും കത്തോലിക്ക സഭകളും ഒക്കെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അല്ലേ, ക്രിസ്ത്യാനികളല്ലേ, അവർക്ക് എന്തെങ്കിലും പ്രതികരിച്ചൂടെ? നിങ്ങളൊരു ഗുരുത്വല പ്രദർശനമോ ഒരു മെഴുകുതിരി കത്തിച്ചുള്ള പ്രകടനമോ ഡൽഹിയിലോ മറ്റിടത്തോ മറിച്ചിടത്തോ ആദ്യം നടത്തിയതിനു ശേഷം ഇവിടുന്ന് ഒരു സംഘം പോകണം അങ്ങോട്ട്. എന്തുകൊണ്ട് പോകുന്നില്ല? ജനശ്രദ്ധ പിടിച്ചു പറ്റണം. അവിടെ ഇങ്ങനെ കാണിക്കുന്നു, അതല്ല അവർ കൊല ചെയ്യുന്നു, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു. ലോകത്ത് എവിടെയെങ്കിലും ഒരു മുസ്ലിം സംഘടന, അത് ഭീകരമാവട്ടെ അല്ലാത്തതാവട്ടെ, ആരെങ്കിലും ബലാത്സംഗം ചെയ്തെന്ന് തെളിയിച്ച ഷാഹിസ്കറെ നീ പറയുന്ന പോലെ നടക്കാം. ബലാത്സംഗം ഒന്നും നടക്കൂല. പിന്നെ അവിടെയുള്ള അച്ഛന്മാർ ഈ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് പോയാന്ന് അങ്ങനെ അറിയാം. എന്തായാലും നൈജീരിയയിൽ ഇസ്ലാമിക ഭരണമല്ലല്ലോ. 40% 45% ക്രിസ്ത്യാനികളും 55% മുസ്ലിങ്ങളും. അങ്ങനെയാണ് അവിടുത്തെ കണക്ക്. അവിടെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഇലക്ഷൻ നടക്കുന്നുണ്ട്, അവിടുത്തെ ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നത്. അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ, ആ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടൂടെ? UN പ്രമേയം കൊണ്ടുവന്നൂടെ? അവർക്ക് എതിരെ എന്തെങ്കിലും നടപടികൾ എടുത്തൂടെ? പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളല്ലേ, അമേരിക്ക ക്രിസ്ത്യൻ രാജ്യമല്ലേ, ഇവിടെ കേരളത്തിലുള്ള സീറോ മലബാറും കത്തോലിക്ക സഭകളും ഒക്കെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അല്ലേ, ക്രിസ്ത്യാനികളല്ലേ, അവർക്ക് എന്തെങ്കിലും പ്രതികരിച്ചൂടെ? നിങ്ങളൊരു ഗുരുത്വല പ്രദർശനമോ ഒരു മെഴുകുതിരി കത്തിച്ചുള്ള പ്രകടനമോ ഡൽഹിയിലോ മറ്റിടത്തോ മറിച്ചിടത്തോ ആദ്യം നടത്തിയതിനു ശേഷം ഇവിടുന്ന് ഒരു സംഘം പോകണം അങ്ങോട്ട്. എന്തുകൊണ്ട് പോകുന്നില്ല? ജനശ്രദ്ധ പിടിച്ചു പറ്റണം. അവിടെ ഇങ്ങനെ കാണിക്കുന്നു, അതല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യൻ കൂട്ടക്കൊലകളും, അതായത് BJP RSSകാർ നടക്കുന്ന കൂട്ടക്കൊലകളും ബലാത്സംഗങ്ങളും അവർക്ക് മാറ്റി വെച്ചിട്ട് മുസ്ലിങ്ങൾ അവിടെ നൈജീരിയയിൽ ചെയ്യുന്നു, മുസ്ലിങ്ങൾ അവിടെ കോങ്കോയിൽ ചെയ്യുന്നു, മുസ്ലിങ്ങൾ ഉഗാണ്ടയിൽ ചെയ്യുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ ആളിനെ കൂട്ടുകയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ഷാഹിസ്കറിയ, നീ ഇപ്പൊ ഇസ്രയേലിൽ പോയിട്ട് വന്നല്ലോ, നിനക്ക് എന്തുകൊണ്ട് അങ്ങോട്ടൊന്ന് പോയിക്കൂടാ? നിനക്ക് എന്തുകൊണ്ട് നിന്റെ നേതൃത്വത്തിൽ നീ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിലൂടെ ബാക്കിയുള്ള സമുദായക്കാരൻ സഹകരിക്കുമല്ലോ, എന്തുകൊണ്ട് അതിന് മറുപടി ചെയ്യുന്നില്ല? നിന്റെ ചാനൽ നീ വെറുതെ രാവിലെ വന്നിരുന്ന് ഇങ്ങനെ കളകളകളാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? അതിനൊരു പ്രതിവിധി ഉണ്ടാക്കണ്ടേ? അപ്പൊ ട്രംപ് അച്ചായനെ ഒന്ന് ഫോൺ ചെയ്തൂടെ? നിന്റെ സ്വന്തക്കാരനല്ലേ നെതന്യാഹുവിനെ ഒന്ന് വിളിച്ച് സംസാരിച്ചൂടെ? അല്ലെങ്കിൽ നിന്റെ സ്വാധീനം ചെലുത്തി അവിടെ നിനക്ക് ഒരുപാട് ക്രിസ്ത്യാനികൾ ഇപ്പൊ ഒരുപാട് പേര് അവിടെ ഉണ്ട്. ഇസ്രയേലില് ഇവിടെ ജോലി ചെയ്യാൻ പോകുന്നവർ, പണ്ട് പലസ്തീനികൾ അവിടെ ജോലി ചെയ്യാൻ ഡെയിലി പോകുമായിരുന്നു. അതിനുപോലെ ഇപ്പൊ കേരളത്തിലുള്ള ക്രിസ്ത്യാനികളാണ് പോയിരിക്കുന്നത്. ഹിന്ദുക്കളെ ഒന്നും കൊണ്ടുപോകില്ല, ക്രിസ്ത്യാനികളെ കൊണ്ടുപോയി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരാരെങ്കിലും കൊണ്ട് സ്വാധീനിച്ച് നെതന്യാഹുവിന്റെ അടുത്ത് പറഞ്ഞ് ഒരു പ്ലെയിൻ അങ്ങോട്ട്, ഒരു പ്രതിരോധ വിമാനം അങ്ങോട്ട് അയച്ചിട്ട്, യുദ്ധവിമാനം അയച്ച് അവരെ ബോക്കോ ഹറാമിനെ ബോംബ് ചെയ്തൂടെ? എന്തുകൊണ്ട് ചെയ്തൂടാ? അപ്പൊ അതിനൊന്നും നിനക്ക് വയ്യ. നീ വെറുതെയെങ്കിലും ഇരുന്ന് വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഒരു ചാനൽ ഉണ്ടെന്നും പറഞ്ഞ് എന്ത് തെണ്ടിത്തരവും പറയേണ്ടതെന്ന് പറയുന്നത് സത്യസന്ധമായ രീതിയിൽ നീ ജേർണലിസം പഠിച്ച് യമൻ വാളയാർ സുനിലും ജേർണലിസം പഠിച്ച് രണ്ടുപേരും പക്ക ഫ്രോഡുകളാണ്, രണ്ടുപേരും പക്ക RSS ആണ്. ഇപ്പൊ ഇന്ത്യ ഹിന്ദു രാജ്യമാവുന്നതിൽ നിനക്ക് വിഷമമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. കാരണം ഇന്ത്യ ഹിന്ദു രാജ്യമായിട്ട് ആണ് നിലനിന്നിരുന്നെങ്കിൽ നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കില്ലായിരുന്നു. കാരണം ഞങ്ങൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് രാജ്യം. അതുകൊണ്ടാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളായിട്ട് നമുക്ക് ഇവിടെ നടക്കാൻ നോക്കുന്നത്.
പിന്നെ ഇത് ഇനി എന്താണ് ഹിന്ദു രാജ്യമായിട്ട് പ്രഖ്യാപിക്കും, അന്ന് ഞങ്ങൾ ഒന്നിൽ അതിനെ എതിർത്ത് ജീവൻ ബലി അർപ്പിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഈ നാട് വിട്ടുപോകും. അതാണ് ഞങ്ങളുടെ പോളിസി. ഞങ്ങളല്ലാതെ ഈ ബാക്കിൽ കൂടെ പരിപാടി ചെയ്യുന്ന പരിപാടി നമുക്കില്ല. അപ്പൊ അത് ഷായൻസ്കറി ആയിരുന്നാലും വാളയാർ സുനിലായിരുന്നാലും മനസ്സിലാക്കുക. ഈ മുസ്ലിങ്ങളെ പേടിപ്പിക്കുകയാണെന്ന് നിങ്ങൾ കണക്കാക്കരുത്. മുസ്ലിങ്ങൾക്ക് തന്നെ ആരെയും പേടിയില്ല. മുസ്ലിങ്ങൾ എന്തും നേരിടാൻ തയ്യാറാണ്. ഞങ്ങൾ അർപ്പിക്കുന്ന ദൈവത്തിലാണ്. ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് ജനിച്ചിട്ടില്ല, ആരെയും ജനിപ്പിച്ചിട്ടില്ല, ദൈവം മരിക്കുകയില്ല. ദൈവം ജനിക്കൂല, ദൈവം മരിക്കൂല, ദൈവം ആരെയും ജനിപ്പിക്കുകയില്ല, ദൈവം സൃഷ്ടിക്കുകയുള്ളൂ. അങ്ങനത്തെ ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ വിശ്വസിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് നമ്മുടെ മതം, യാതൊരു പ്രശ്നവുമില്ല. അപ്പോ ഇവിടെ ഒരു പള്ളി പൊളിച്ചിട്ട് ക്ഷേത്രം ഉണ്ടാക്കിയതിനെ അനുകൂലിക്കുന്ന ഷായൻസ്കറിയാണ്. അത് വേറൊരു ചർച്ച് പൊളിച്ചിട്ടാണ് ഒരു പള്ളി വയ്ക്കുകയാണെങ്കിൽ നീ അനുകൂലിക്കുമോ? അപ്പോ ഒന്നും പൊളിക്കാതെ അബുദാബിയിലായിരുന്നാലും ദുബൈയിലായിരുന്നാലും ചർച്ചുകളും ക്ഷേത്രങ്ങളും ഉണ്ടാക്കി കൊടുക്കും. സർക്കാരിന്റെയും കൂടെ ചെലവില്. നാണവും മാനവും ഉണ്ട്, അതായത് അന്തസ്സും അഭിമാനവും ഉണ്ട്. മോഡി പോയി അവിടെ ഉദ്ഘാടനം ചെയ്യാം, അബുദാബിയിൽ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാം. അയാളൊരു പമ്പര വിഡ്ഢിയല്ലേ? അയാളൊരു മനുഷ്യനാണ്. മനുഷ്യനാണെങ്കിൽ ലജ്ജ വേണം. ലജ്ജയുള്ളവനാണ് മനുഷ്യൻ. അതില്ലാതായ എന്ത് ചെയ്യാം? ഇവിടെ പള്ളി പൊളിച്ചിട്ട് ക്ഷേത്രം പണിഞ്ഞ് അത് ഉദ്ഘാടനം നരേന്ദ്രമോദി. അവിടെ മുസ്ലിം രാജ്യത്തുള്ള മുസ്ലിങ്ങളെല്ലാം അവിടെ പണം എടുത്തു കൂട്ടി പുതിയതായിട്ടൊരു ക്ഷേത്രം വെച്ചു കൊടുക്കുന്നു, അതിന്റെയും ഉദ്ഘാടനം മോഡി. അപ്പൊ മോഡി ആരായി ലോകത്തിന്റെ മുമ്പിൽ? ഒരു പ്രധാനമന്ത്രിയുടെ ജോലി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യലാണ്? അല്ല. ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ജാതി മതങ്ങൾക്ക് അതീതനായിരിക്കണം. എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അതെങ്ങനെ RSS കാരൻ പറയുന്നതിനപ്പുറം ഇല്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് നടക്കട്ടെ. നമുക്കതിൽ യാതൊരു പരാതിയില്ല, പരിഭവമില്ല. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇത്. RSS കാരൻ എന്ന് പറയുന്നത് അങ്ങനത്തെ വർഗത്തിൽപ്പെട്ടവനാണ്. അതിന് പിന്നെ ഓശാന പാടുന്നവരാണ് ഇവിടുത്തെ ക്രിസ്സംഗികൾ. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷേ വന്നിരുന്ന് കള്ളം പറയരുത്. അതായത് നിങ്ങൾ കള്ളം വന്നു വരുന്ന് പറയരുത്. ശ്രീരാമൻ ജനിച്ചത് ബാബരി പള്ളിയുടെ അടിയിലാണ്. പിന്നെ വേറൊരു കാര്യം, പശ്ചിമ ബംഗാളില് പിന്നെ ന്യൂനപക്ഷ മന്ത്രി പറയുന്നു, ഞങ്ങൾ ഇവിടെ പശ്ചിമ ബംഗാളിൽ ബാബറിന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കുന്നു. അതിന് UP ഒരു മന്ത്രി പറഞ്ഞു, അത് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയാൽ പൊളിച്ചു കളയുന്നു. ഞാൻ വെല്ലുവിളിക്കണം. അതിനുള്ള ധൈര്യമുള്ള ഏതെങ്കിലും RSS ഉണ്ടാകും. ഞങ്ങൾ വേണമെങ്കിൽ കേരളത്തിൽ പള്ളി ഉണ്ടാക്കും ബാബറിന്റെ പേരിൽ. പിന്നെ ബാബർ എന്ന് പറയുന്നത് ഖലീഫ ഒന്നും അല്ല. ബാബർ എന്ന് പറയുന്നത് ഒരു ചക്രവർത്തി ആയിരുന്നു. അപ്പോൾ ചക്രവർത്തി എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭരണാധികാരി, മുസ്ലിം പേരുള്ള ഒരാളായിരുന്നു. അവരിവിടെ അക്രമവും കൊള്ളയും കൊലവയ്പോ ഒന്നും നടന്നിട്ടില്ല. അവർ പുറത്തുനിന്ന് വന്നു. ഇവിടെ പണ്ട് കാലത്ത് നമ്മളെല്ലാം എല്ലാ രാജ്യങ്ങളും ഇന്ത്യ എത്രയോ നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിശാലമായിരുന്നു. അങ്ങനെ പ്രത്യേകമായ അതിർത്തികളൊന്നും ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് വന്ന് പിന്നെ ഇവിടെ കീഴടക്കി അവർ ഭരിച്ചു. അവരിവിടെ ജനിച്ചു, ഇവിടെ ജീവിച്ചു, ഇവിടെ മരിച്ചു. ആരും ഒന്നും എവിടെയും കൊണ്ടുപോയില്ല. അപ്പൊ ഇവിടത്തുകാർ തന്നെയാണ് അവർ. ഇവിടെ വന്നവർ തന്നെയാണ് ഈ ആര്യന്മാര്. മോഡിയും അമിത്ഷായും ഒക്കെ എവിടെ നിന്ന് വന്നവരാണ്? ഇവിടെയുള്ള ബ്രാഹ്മണന്മാരെല്ലാം പുറത്തുനിന്ന് വന്നവരാണ്, ആര്യന്മാരാണ്. അവരെല്ലാം പുറത്തുനിന്ന് വന്നവരാണ്. വന്നതെല്ലാം മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വന്നത്. അവന്മാരൊക്കെ ഒറിജിനൽ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. പക്ഷെ അത് പല സ്ഥലത്ത് പല വഴിയിലായി പോയിട്ട് അവരെല്ലാം മതം മാറ്റവും അങ്ങനെ പോയി. അല്ലാതെ വേറൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, മിഡിൽ ഈസ്റ്റിലാണ് ആദ്യത്തെ മനുഷ്യ ജന്മം ഉടലെടുക്കുന്നത്. ആ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നവരാണ് എല്ലാവരും. അമേരിക്കയിൽ പോലും നിങ്ങൾ നോക്കണം, അവിടെ ഉണ്ടായിരുന്ന അവിടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് റെഡ് ഇന്ത്യൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചരിത്രം എടുത്ത് പരിശോധിക്കണം. കള്ളം പറയരുത്, കള്ളം പറഞ്ഞുകൊണ്ട് നടക്കരുത്. അപ്പൊ ചരിത്രമായിട്ട് തന്നെ അവശേഷിക്കും. ആ പള്ളി പൊളിച്ചെന്ന് പറഞ്ഞാൽ, പള്ളി പൊളിച്ചു ക്ഷേത്രം വെച്ചെന്ന് പറഞ്ഞാൽ ലോക അവസാനം വരെ അത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ശ്രീരാമൻ ഒരിക്കലും അത് അനുകൂലിക്കില്ല. പക്ഷേ വേറൊരു കാര്യം കൂടെ ഞാൻ പറയണം. ഒരു ക്ഷേത്രമോ ഒരു ചർച്ചോ പൊളിച്ച് ഒരു പള്ളി വെക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആ പള്ളിയെ ഇസ്ലാം അംഗീകരിക്കില്ല. ഇസ്ലാം വിശ്വസിക്കുന്ന ദൈവം അത് അംഗീകരിക്കില്ല. അത് ഇസ്ലാമിൽ പെട്ടതല്ല. അത് മുസ്ലിം പള്ളിയും ആയിരിക്കില്ല. മുസ്ലിം എന്ന് പറയുന്ന പള്ളി വെക്കുന്നെങ്കിൽ അവൻ ഒന്നീ വില കൊടുത്ത് വാങ്ങിച്ചതായിരിക്കണം, അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്വമേധയാ വഖഫ് ചെയ്തതായിരിക്കണം. ഞാൻ അള്ളാഹുന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ ഞാൻ ഈ ഭൂമി കൊടുക്കേണ്ട പള്ളി വയ്ക്കാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താലേ അവിടെ പള്ളി വെക്കുകയുള്ളൂ. അപ്പൊ മുസ്ലിങ്ങൾ എന്ന് പറയുക ഈ കയ്യേറി ഭൂമി എടുത്തിട്ട് ലോകത്തിലുള്ള പിന്നെ മലയുടെ അടിയിലും മറ്റിടത്തും മറിച്ചിടത്തും ഒരു കുരിശ അല്ലെങ്കിൽ ഒരു ഷൂന്ന അല്ലെങ്കിൽ ഓംന്ന എഴുതി വെച്ചിട്ട് അവിടെ കയ്യേറി അവിടെ ഒരു പള്ളി വെക്കാൻ, അതിന്
യാതൊരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. അത് പള്ളിയായി അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ ദൈവത്തിൻ്റെതെന്ന് പറയുന്നത് ദൈവത്തിന്, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ആരാധിക്കാൻ, അതായത് സ്വന്തം ഭൂമി വിട്ടു നൽകുക, അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിക്കുക. അത് തന്നെയാണ് കേരളത്തിലായിരുന്നാലും ഇന്ത്യയിലായിരുന്നാലും എവിടെയായിരുന്നാലും ശരി. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പൊ അത് മനസ്സിലാക്കിയാണ് നിങ്ങൾ പ്രവർത്തിക്കാനുള്ളത്. അപ്പൊ വേറൊന്നുമല്ല ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത്, നൈജീരിയയിലായിരുന്നാലും സുഡാനിലായിരുന്നാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണണം. അതിന് പരിഹാരം കാണാൻ ഇവിടെ വന്നിരുന്നത്, ചാനലിൽ വന്നിരുന്ന് ഇളിച്ചു കാണിച്ചിട്ട് കാര്യമില്ല. ഷായൻസ്കറിയ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. അല്ലാതെ വരുന്ന വിളിച്ചു കൂടിയിട്ട് കാര്യമില്ല. ട്രംപിന്റെ അടുത്ത് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ ലോകത്തിലുള്ള ബാക്കി, നിനക്ക് ഇംഗ്ലണ്ടുമായിട്ട് വലിയ പിടിപാടാണ്, നെതന്യാഹുവിനുമായിട്ട് പിടിപാടാണ്, ട്രംപുമായിട്ട് പിടിപാടാണ്. നിങ്ങളുടെ അച്ഛന്മാരുണ്ടല്ലോ ഇവിടെ, കത്തോലിക്ക സഭയുണ്ട്, സീറോ മലബാർ സഭയുണ്ട്, സിറിയൻ കത്തോലിക്കരുണ്ട്, മറ്റേ കത്തോലിക്കരുണ്ട്, എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി UN കൊടുക്കണം, അല്ലെങ്കിൽ മോഡിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ട്രംപിന് അയച്ചു കൊടുക്കണം, അമേരിക്കൻ കോൺസുലേറ്റ് കൊടുക്കണം. എന്താണ് വേണ്ടതെന്ന് ചെയ്യണം. അത് നമ്മളും അനുകൂലിക്കും. അപ്പൊ ആരായാലും തെറ്റും തെമ്മാടിത്തരവും ആര് കാണിച്ചാലും അതിനനുകൂലിക്കരുത്. ജാതിയും മതവും നോക്കിയല്ല തെറ്റും കുറ്റവും തീരുമാനിക്കേണ്ടത്. ശരിയായിരുന്നാലും ശരി,